കേരള ബാങ്ക് ജീവനക്കാർ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവനക്കാർ ഉന്നയിച്ച 8 ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ശക്തമാക്കാൻ ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ തീരുമാനം. 2000 മുതൽ തടഞ്ഞു വെച്ചിരിക്കുന്ന 34% ക്ഷാമബത്ത ഉടൻ അനുവദിക്കുക, ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ ഒഴിവുകൾ ഉടൻ നികത്തുക, സ്ഥലം മാറ്റത്തിലെ നീതി നിഷേധം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാർ സമരത്തിലേക്ക് കടന്നത്. സർക്കാർ ജീവനക്കാർക്ക് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണമായി പറയുമ്പോൾ അത്തരം ബാധ്യത സർക്കാരിനില്ലാത്ത കേരള ബാങ്ക് പോലുള്ള സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ക്ഷാമബത്ത തടഞ്ഞുവെക്കുന്നത് നീതിയല്ല. മാത്രവുമല്ല, യഥാസമയം ജീവനക്കാർക്ക് ലഭിക്കേണ്ട ഈ ആനുകൂല്യം തടഞ്ഞുവെക്കുക വഴി ബാങ്കിന് അമിതഭാരമാണ് നേരിടേണ്ടി വരുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള ബാങ്ക് രൂപീകൃതമായതിനു ശേഷം ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരുപിടി ആനുകൂല്യങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുകയുണ്ടായി. ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. നിരന്തരമായ സമരത്തിലായിരുന്നു. നിരവധിയായി ഞങ്ങൾ നിവേദനങ്ങൾ സമർപ്പിച്ചു, ധർണകൾ നടത്തി, വാഹന പ്രകടനം നടത്തി, രാപ്പകൽ സമരം നടത്തി, നിരാഹാര സത്യാഗ്രഹം നടത്തി, സമ്പൂർണമായ പണിമുടക്കം ഞങ്ങൾ ഒരു ദിവസം പൂർണ്ണമായി എടുത്തു. ഇന്നലെ കൂടി മാനേജ്മെന്റ് ചർച്ചയ്ക്ക് വിളിച്ച് പ്രകസനമാക്കുകയായി. വർഷത്തിൽ 2 വർഷക്കാലമായി ഞങ്ങളെ അപമാനിക്കുന്ന, അവഗണിക്കുന്ന മാനേജ്മെന്റിന്റെയും ഗവൺമെന്റിന്റെയും തെറ്റായ നയങ്ങൾക്ക് നടപടിയെടുക്കുന്നതായിട്ടുള്ള ശക്തമായ ഒരു സമര പോരാട്ടത്തിന്റെ ദിനമാണ് ഇന്നും നാളെയും. ഇനിയും ഞങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യം അവകാശങ്ങളും അനുവദിച്ച് കിട്ടുന്നില്ല എങ്കിൽ മറ്റ് ബാങ്കിംഗ് മേഖലയെ സമാനമായിട്ടുള്ള ചിന്താഗതിയുള്ള യൂണിയനുകളുമായി ചേർന്ന് സഹകാരികളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ കടക്കും എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. PR പ്രതാപചന്ദ്രൻ, MS ശക്തിധരൻ പിള്ള, അലസ് K പണിക്കർ, PK നന്ദകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.